ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഫസ്റ്റ് നൈറ്റ് വിത്ത് ഡ്യൂക്ക് എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ ആരോ വന്ന് ചായനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നതും അവളെ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഈ പെണ്ണ് ആ ഒരു പുഴയിലേക്ക് എടുത്ത് ചാടുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നേരത്തെ വെള്ളത്തിലേക്ക് വീടിനേക്കാളും മുമ്പ് ആ ഒരു സെലക്ഷൻ നടക്കുന്നതിനിടയിൽ അവിടെ നടന്ന പ്രശ്നങ്ങളും ഒരു ഫോറിനറിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്ന ഈബന്റെ അങ്കിളായിട്ടുള്ള രാജാവ് ഇപ്പോൾ ഈബനെ നേരിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അവിടെ വന്നിരുന്ന ആ ഒരു ഫോറിനർ ശരിക്കും ആരാണെന്നും അദ്ദേഹത്തിന് സണ്ണിന്റെ ആ ഒരു ഫാമിലി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്നും അവർ ഏതെങ്കിലും രീതിയിൽ ഇൻവോൾവ് ആയോന്നും ചോദിക്കുന്നുണ്ട്. കാരണം ആ ഒരു സമയത്ത് ഈ ഒരു ഫോറിനേഴ്സ് ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിലുണ്ടായിരുന്ന ഒരേ ഒരു ഫാമിലി അത് ആ ഒരു സണ്ണിന്റെ തന്നെ ആയിരുന്നു. തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വില്ലത്തെയാണ് ഇത് ചെയ്തതെന്ന് ഈബൺ അറിയായിരുന്നെങ്കിലും അവിടെ വെച്ച് അവനത് റിവീൽ ചെയ്യാതെ അവിടെ നടന്നൊന്നും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലെന്നും അതൊന്നും അത്ര സീരിയസ് അല്ലെന്നും പറയുമ്പോൾ ഇതൊന്നും കേട്ട് ഇഷ്ടപ്പെടാത്ത കിങ് ഇപ്പോ അതിന്റെ ആ ഒരു ദേഷ്യത്തിന് നേരത്തെ ഈബൺ പറഞ്ഞിരുന്ന അവന്റെ മാരേജ് ഈ അടുത്തൊന്നും നടത്തില്ലെന്നും ഇത് പോസ്റ്റ്പോൺ ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതേക്കുന്ന ഈബണിന് ഓൾറെഡി നമ്മുടെ ചായന് ജീവനായിരുന്നതുകൊണ്ട് തനിക്കതിന് കഴിയില്ലെന്നും തന്റെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ താൻ തന്നെ നോക്കിക്കൊള്ളാമെന്നും കിങ്ങിന്റെ അടുത്ത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിങ്ങിന് കുറച്ചും കൂടി ദേഷ്യം അവന്റെ അടുത്ത് തോന്നുകയാണ്. അങ്ങനെ ഇപ്പൊ ഈബൺ ആ ഒരു കിങ്ങിന്റെ അടുത്ത് ഇതൊക്കെ സംസാരിച്ചേക്കുന്ന അതേ നേരത്തെ തന്നെ ചായനെ അവരുടെ ബാക്കിൽ നിന്ന് വന്നിട്ട് പ്രത്യേക തരം ഒരു ഷൂ ധരിച്ച് ആരോ ഒരാള് അവള് വെള്ളത്തിലേക്ക് ഉന്തിയിടുന്നുണ്ട്. അങ്ങനെ വീഴുന്ന സമയത്ത് അവൾ അറിയാതെ അവളെ ഉന്തിടാൻ നോക്കിയിട്ടുള്ള അയാളുടെ കയ്യിൽ അവളിപ്പോ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. ഇതേ നേരം ഈബൺ അവിടേക്ക് എത്തുമ്പോൾ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ചായയുടെ ഷൂസും കൂടി കാണുമ്പോൾ അവൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാക്കി ഈബൺ നേരെ ആ ഒരു വെള്ളത്തിലേക്ക് ചാടുകയും പിന്നീട് അവളെ രക്ഷിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വെള്ളത്തിനടിയിൽ വെച്ച് താൻ മരിക്കാൻ പോവാണെന്ന് തോന്നിയപ്പോൾ തന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഈബന്റെ മുഖമാണെന്നും അവനെ ഇനി കാണാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ തനിക്ക് ഒത്തിരി വിഷമമായെന്നും പറഞ്ഞ് ചായപ്പോ അവന്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറയുമ്പോൾ അത് കേട്ട് വളരെ ഇമോഷണൽ ആകുന്ന ഈബൺ ഇപ്പോൾ അവളെ ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഈബന്റെ റെസിഡൻസിലേക്ക് ചെന്ന് അന്ന് രാത്രി ഒരു ഡ്രിങ്ക്സോ ആൽക്കഹോളോ ഒന്നുമില്ലാതെ പൂർണ്ണമായ സമ്മതത്തോടെയും പരസ്പരമുള്ള ഇഷ്ടത്തോടും കൂടി അവര് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് അങ്ങനെ അവരുടെ സെക്കൻഡ് നൈറ്റ് എൻജോയ് ചെയ്യാണ്. ഇതേ നേരം താൻ ചെയ്ത കള്ളത്തരങ്ങളെല്ലാം വെളിയിലാകും എന്ന് മനസ്സിലാക്കി വില്ലത്തിയായ സണ്ണിപ്പോ ആകെ പേടിച്ച് പരിഭ്രമിച്ച് അവളുടെ വീട്ടില് ആകെ അലമ്പുണ്ടാക്കി സാധനങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ അവളുടെ ഒരു മെയ്ഡ് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് യാതൊരു കരുണയും ഇല്ലാതെ അവളിപ്പോ ആ ഒരു മെയ്ഡിനെ തന്നെ ഉപദ്രവിച്ച് വളരെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചായാണ് ഇതിനെല്ലാം കാരണമെന്നും അവൾക്കിട്ട് നല്ലൊരു പണി തന്നെ താൻ കൊടുക്കുമെന്നും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു സെലക്ഷനൊക്കെ ആളിപ്പോയതുകൊണ്ട് ഊണിപ്പോ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആകെ ഡിസപ്പോയിന്റഡ് ആകുന്ന അച്ഛനെയാണ് അവള് കാണുന്നത്. മാത്രമല്ല ഈബണ് ശരിക്കും ഇഷ്ടമുള്ളത് ചായനെയാണെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അത് കേട്ടിട്ട് അത്ര സന്തോഷമൊന്നും ഊണിന്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് നേരം വെളുക്കുമ്പോൾ തലേ ദിവസം നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തതിനു ശേഷം രാവിലെ തന്നെ അവള് ഈബണിന് വേണ്ടിയിട്ട് സ്വയം ആരുടെയും ഹെൽപ്പില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയമെടുത്ത് വളരെ വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് ഫുഡുകൾ അവൾ ഉണ്ടാക്കിയെങ്കിലും അവൾ വളരെ സ്നേഹത്തോടെ ഈബന്റെ വായിൽ വെച്ച് കൊടുത്തപ്പോഴാകട്ടെ അവനത് ഇറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ തനിക്ക് വേണ്ടി ചായ എടുത്ത ഒരു എഫേർട്ടിനെ മനുഷ്യകൊണ്ട് അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒട്ടും തന്നെ ഇറക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവനിപ്പോ വളരെ കഷ്ടപ്പെട്ട് ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതേ നേരം അവള് ലഞ്ചും കൂടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ കുക്കിങ്ങിനെ പറ്റി ഏകദേശം ഐഡിയ കിട്ടിയ ഈബൺ ഞെട്ടി തന്നെ പോകുന്നുണ്ട്. മാത്രമല്ല അവളുടെ ഫുഡ് ഇപ്പൊ ടേസ്റ്റ് ചെയ്യുന്ന അവിടുത്തെ സെർവൻസും മെയ്ഡ്സും ഒക്കെ ആകെ അതിശയിച്ച് ഇവൾ എന്താണ് ഈ ഉണ്ടാക്കി വെച്ചതെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് വീട്ടിലേക്ക് എത്തുമ്പോൾ അവളുടെ അച്ഛനിപ്പോ അവളുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു നോബിൾമാന്റെ മകള് 2 നൈറ്റ് ഇതുപോലെ വേറൊരാളുടെ ഒപ്പം ചെലവഴിക്കുന്നത് തനിക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇപ്പൊ അവള് ചീത്ത പറയുമ്പോൾ അവൾ എത്രയും വേഗം തന്നെ ഈ പെണ്ണെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നും അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അത്രയും ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് അവളുടെ അച്ഛൻ ഒട്ടും തന്നെ സമ്മതിക്കാതെ ആകെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അവളുടെ അമ്മ ഇപ്പോ കട്ടയ്ക്ക് തന്നെ അവളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. മാത്രമല്ല അടുത്ത സീനില് ഈബണിപ്പോ ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ അവൾക്ക് വേണ്ട മാരേജ് പ്രപ്പോസലായിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തുമ്പോഴും അവളുടെ അച്ഛനും ചേട്ടന്മാരും അതിനത്രയും താല്പര്യമില്ലാതെ ഇൻട്രസ്റ്റ് ഒന്നുമില്ലാതെ നിൽക്കുമ്പോഴും അവളുടെ അമ്മയാകട്ടെ ഈബണിനെ വീടിന്റെ അകത്തേക്ക് ക്ഷണിക്കുകയും പിന്നെ മരുമകനായിട്ട് അവൻ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവളുടെ അമ്മ ഇപ്പോൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഈബന്റെ ക്യാരക്ടറിനെ കുറിച്ചും പുറമെ അവനെ പറ്റി ആൾക്കാർ പലതും പറയുന്നുണ്ടെങ്കിൽ പോലും അവൻ ചായനെ നോക്കുന്നത്
വളരെ സിൻസിയർ ആയിട്ടാണെന്നും ചായക്ക് പറ്റിയ നല്ലൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആണ് അവനെന്നൊക്കെ അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയുമ്പോഴും അവളുടെ അച്ഛനാകട്ടെ ഇതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതേ നേരം തന്റെ അച്ഛൻ നിന്ന് ഈബന്റെ അടുത്ത് മര്യാദയ്ക്കൊന്നും സംസാരിക്കാതെ അവനെ വേണ്ടത്ര റെസ്പെക്റ്റോട് കൂടി സംസാരിക്കാത്തത് എന്താണെന്നും ഈബൻ അതിന്റെ പേരിൽ വിഷമായിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ആകെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ചാ. എന്നാൽ ഇതേ നേരത്താണ് തലേ ദിവസം അവൾ ആരോ ഉന്തിയിട്ട കാര്യം അവൾ ആലോചിക്കുന്നത്. മാത്രമല്ല അങ്ങനെ തന്നോടൊരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അവളോട് അത്രയും ദേഷ്യം ഉണ്ടായിരിക്കുന്നു. നിലവില് ആ ഒരാള് എങ്ങനെയായാലും വില്ലത്തിയായ സണ്ണ് തന്നെ ആയിരിക്കുമെന്നും അവളിപ്പോ ഊഹിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനായിട്ട് അവള് നേരെ സണ്ണിന്റെ വീട്ടിലേക്ക് പോയിട്ട് നേരിട്ട് അവളെ കണ്ട് തലേ ദിവസം തന്നെ കൊല്ലാൻ നോക്കിയത് ഒട്ടും തന്നെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്നും അത് അങ്ങേയറ്റം എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നെന്നും സണ്ണിന്റെ അടുത്ത് പറഞ്ഞ്, പക്ഷെ എന്തൊക്കെ ആയാലും താൻ എന്നോട് ക്ഷമിക്കാൻ തയ്യാറാണെന്നും അത് സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്പോളജി തനിക്ക് തന്നാ മതിയെന്നും ചാ ഇപ്പൊ പറയുന്നുണ്ട്. കാരണം അവള് വായിച്ച ആ ഒരു സ്റ്റോറിയിലത്തെ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന സണ്ണിന് അതൊരിക്കലും ചെയ്യാൻ പറ്റില്ലെങ്കിലും ചാ ഇവിടെ വന്ന മുതല് അവള് ഈബണിനെയൊക്കെ കണ്ട് ആ ഒരു സ്റ്റോറി ചേഞ്ച് ആയതുകൊണ്ട് ഒരു പക്ഷെ താനൊന്ന് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ സണ്ണ് അവളുടെ കുറ്റങ്ങളൊക്കെ ഏറ്റു പറയുന്ന ചാ വിചാരിച്ചെങ്കിലും അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. മാത്രല്ല ഇപ്പൊ തലേ ദിവസത്തെ ആ ഒരു കാര്യം കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാ ഇപ്പൊ സണ്ണിന്റെ കൈ നോക്കുമ്പോ തലേ ദിവസം അവള് മാന്തിയതുപോലുള്ള ഒരു പാട് അതിൽ കാണുമ്പോ ഇന്നലെ തന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചത് സണ്ണ് തന്നെയാണെന്ന് ചാ ഉറപ്പിക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു സെലക്ഷൻ ഒക്കെ അവസാനിച്ചതുകൊണ്ട് തനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്ന ഊണിനെ ടീയാക്കി തന്നതിന് ഇബണ്ണോടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാരണം ജങ് ഇപ്പോ അവന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് അവനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവരങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അതിന്റെ പേരിൽ അവൻ കിങ്ങിനെ കണ്ട് പ്രശ്നം ഉണ്ടാക്കിയതും കിങ് ആ ഒരു വെഡിങ് പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് ഇബന്റെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ അവനതിന് എതിരെ പറഞ്ഞതൊക്കെ ഒരു പക്ഷെ നിനക്കും കിങ്ങിനും ഇടയിലുള്ള ആ ഒരു ബോണ്ട് തകരാനായിട്ട് കാരണമായിരിക്കുന്നു. അതുകൊണ്ട് നീ ഒത്തിരി ശ്രദ്ധിക്കണം എന്നൊക്കെ ജങ് അവന്റെ ഫ്രണ്ടായിട്ടുള്ള ഈബണ്ണെ ഉപദേശിക്കുന്നുണ്ട്. മാത്രമല്ല പ്രിൻസായ സിയോങ് അധികം വൈകാതെ ഇവിടെ എത്തുന്നു, അതുകൊണ്ട് നീ ഒത്തിരി കെയർഫുൾ ആയിരിക്കണമെന്നും ജങ് ഇപ്പോ ഈബന്റെ അടുത്ത് പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്കില് ഈ സിയോങ്ങിന്റെ അമ്മയും അച്ഛനെയും കൊന്ന ആളുടെ സൈഡിലായിരുന്നു ഈബൺ എന്നും അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ തന്നെ അവർക്കിടയിൽ വലിയൊരു ക്ലാഷ് നടന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം പ്രിൻസ് ആയിട്ടുള്ള സിയോങ് ഇപ്പോ അവരുടെ നാട്ടിലേക്ക് എത്തിയിട്ട് ആ ഒരു മാർക്കറ്റിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ അവൻ ചായനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ചായുമായിട്ട് മുൻപരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ചായനെ മനസ്സിലാക്കി അവളുടെ പേര് വിളിച്ച് എനിക്ക് എന്നെ ഓർമ്മയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ടൈം ട്രാവൽ ചെയ്ത് വന്ന ചായ ആയതുകൊണ്ട് അവൾക്ക് അയാളെ പറ്റി യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. മാത്രല്ല അവൾ വായിച്ചുകൊണ്ടിരുന്ന ബുക്കിലും ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഒന്നും തന്നെ എഴുതാതിരുന്നതുകൊണ്ട് അതാരാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനും അവൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതേ നേരം ഇത് വർഷങ്ങളായി പരസ്പരം കണ്ടിട്ടെന്നും ചെറുപ്പത്തിൽ വലുതായിട്ട് വിവാഹം കഴിക്കാന്നൊക്കെ ചാ ആ ഒരു പ്രിൻസ് സിയോങ്ങിന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്നും പറഞ്ഞ് ഒരു പ്രിൻസിപ്പോ ചായയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇത് കേട്ട് കിളി പോയി നിൽക്കാണ് ചാ. ഇതേ നേരം തന്നെ അവളുടെ മെയ്ഡ് ഇപ്പൊ അവളെ വിളിക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് യൂട്ടിലൈസ് ചെയ്ത് അവൾ വേഗം തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്നുണ്ട്. ഇതേ നേരം ഈബണ്ണെ കാണിക്കുകയാണെങ്കിൽ ചായയുടെ അച്ഛനിപ്പോ അവരുടെ കല്യാണത്തിനും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനൊന്നും സമ്മതിക്കാത്ത കാരണം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഈബണ്ണെ കാണുമ്പോൾ അവന്റെ ഒരു ഗാർഡ് വന്ന് അവനെ സമാധാനിപ്പിച്ച് അവളുടെ അച്ഛൻ ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നത് വരെ ചായയുടെ എല്ലാ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും സാധിച്ച് നോർമൽ ആയിട്ടുള്ള ഒരു കപ്പിൾസിന്റെ പോലെ ജീവിക്കാനായിട്ട് ആ ഒരു ഗാർഡ് ഇപ്പോ അവന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈബൺ ഇപ്പോ മാർക്കറ്റിലെ ഒരു സ്ഥലം റെന്റിനെടുത്ത് അവിടെ സേഫ് ആക്കി ഇപ്പൊ ചായയുടെ കയ്യും പിടിച്ച് ആ ഒരു മാർക്കറ്റിൽ കൂടെ നോർമൽ ആയിട്ടുള്ള കപ്പിൾസിനെ പോലെ നടക്കുന്നുണ്ട്. അങ്ങനെ അവരിവിടെ എൻജോയ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ വേറൊരിടത്ത് ജങ് ഊണിനെയും കൂട്ടിക്കൊണ്ട് രണ്ടുപേരും കൂടി നോർമൽ ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. നമ്മുടെ ഊണാകട്ടെ സാധാരണ ഒരു കുട്ടി ആയിരുന്നതുകൊണ്ട് അവൾക്ക് നോർമൽ ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ച് ശീലം ഉണ്ടെങ്കിലും ഒരു നോബിൾ മാൻ ആയിട്ടുള്ള ജങ് ഇത് ആദ്യമായിട്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ ജങ്ങിന്റെ ഫാദർ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ജങ് അവിടെ നിന്ന് മാറി ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവന്റെ അച്ഛനിപ്പോ കൈയോടെ വന്ന് അവനെ പിടികൂടി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് നീ എന്തിനാണ് സാധാരണക്കാരിയായിട്ടുള്ള ഊണെന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുമായിട്ട് കറങ്ങി നടക്കുന്നതെന്നും നോബിൾ മാൻ ആയിട്ടുള്ള നമ്മുടെ ഫാമിലിക്ക് ചേരാത്ത ബന്ധമാണ് അതെന്നൊക്കെ പറഞ്ഞ് ഒരു സീൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആകട്ടെ ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യം തോന്നുന്നുണ്ട്. ഇതേ നേരം ഇവണും ചായയൊക്കെ ഇപ്പൊ ആ ഒരു ദിവസം നന്നായി തന്നെ പരസ്പരം ആഘോഷിച്ച് ലാസ്റ്റ് ഇപ്പൊ അവരൊരു ഫ്ലവർ ഷോപ്പിന് മുമ്പിൽ കയറിയിട്ട് ഫ്ലവേഴ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചായക്ക് പൂക്കള് വലിയ ഇഷ്ടമാണെന്നും മറ്റും തിരിച്ചറിയുന്ന ഈവണിപ്പോ അവൾ അവിടുന്ന് പറഞ്ഞു വിട്ട് അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബുക്കറ്റ് കൊണ്ടുകൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ചാ ഒറ്റയ്ക്ക് അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോ തന്നെ 3 പേര് അവളുടെ അടുത്ത് വന്നിട്ട് നീയല്ലേ ഈ കോക്ടെയിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളെന്നും ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കോക്ടെയിൽസ് എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് അതിന്റെ സീക്രട്ട് റെസിപ്പിയൊക്കെ പറഞ്ഞു തരാൻ ആവശ്യപ്പെടുമ്പോൾ താൻ അതൊക്കെ ഉണ്ടാക്കുന്നത് നിർത്തിയെന്ന് ചാ ആദ്യം പറയുമ്പോഴും അവരാകട്ടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ നേരം ആ ഒരു പ്രിൻസ് ആയിട്ടുള്ള സിയോങ് ഇപ്പൊ അവിടേക്ക് വന്നിട്ട് അവരുടെ ഇടയിൽ കയറി ആ ഒരു 3 പേരോട് തർക്കിച്ച് നിങ്ങൾ
നിങ്ങൾ എന്തിനാണ് ഈ ഒരു കുട്ടിയുടെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ ഒരു സീന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് രണ്ടു കൂട്ടരും കൂടി ചെറിയൊരു വാക്ക് തർക്കത്തിലൊക്കെ ആവുമ്പോൾ ചാ തന്നെയാണ് വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു 3 പേര് ആരെയോ കണ്ട് പേടിച്ചെന്ന പോലെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ബാക്കിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ ഈബൻ കയ്യില് ഒരു ബൊക്കറ്റുമായിട്ട് വന്ന് നിൽക്കുന്നത് ചാ കാണുന്നത്. അങ്ങനെ തനിക്ക് വേണ്ട ബൊക്കറ്റാണ് അതെന്ന് മനസ്സിലാക്കി അവളിപ്പോ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈബന്റെ അടുത്തേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കെ തന്നെ ഈബണിപ്പോ തന്നെയല്ല ശ്രദ്ധിക്കുന്നതെന്നും പകരം അവളുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു പ്രിൻസായ സിയോങ് എന്ന് പറഞ്ഞ വ്യക്തിയെ കൊല്ലുന്ന ഇത്രയും ദേഷ്യത്തോടെ ഡെഡ് സ്റ്റെയർ ചെയ്ത് നോക്കി നിൽക്കുന്നതും കാണുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ചായനെയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പ്രിൻസ് ആയിട്ടുള്ള സിയോങ്ങിനും നമ്മുടെ ഈബന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളും അതിനിടയിൽ പെട്ടുപോയ നമ്മുടെ ചായന്റെ ബാക്കി സ്റ്റോറിയൊക്കെ അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ till then, take care and bye bye.